ഹലോ ഗൈസ്, എന്താണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാനൊരു പുതിയ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി വഴി വാഴച്ചാൽ, മലക്കപ്പാറ, വാൾപ്പാറ പോയിട്ട് അവിടെ കറങ്ങിയതിന് ശേഷം നേരെ ഉടുമൽപേട്ടിൽ നിന്ന് ചിന്നാർ വഴി കറങ്ങി മൂന്നാറ് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ, അനിയന്, പിന്നെ പെങ്ങളുടെ മകൻ അദ്നാൻ, ആഷിക്ക്, ഇത്രയും പേരാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗാക്കി മാറ്റിയേക്കാമെന്ന് കരുതി. അപ്പോൾ യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കോതമംഗലത്തെത്തി. കോതമംഗലത്ത് റിലയൻസ് പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചു. 2000 രൂപയ്ക്കാണ് ഡീസൽ അടിച്ചത്. ഞങ്ങൾ യാത്ര തുടങ്ങി. രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഗൈസ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചുമയുണ്ട്. ചാറ്റൽ മഴയൊക്കെ തുടങ്ങി കേട്ടോ. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നെല്ലിക്കുഴി എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര സന്തോഷമുള്ളൊരു യാത്രയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോലും കാറിലാദ്യമായിട്ട്, ഞാൻ നേരത്തെ ലോറിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ വഴിക്ക് ലോഡൊക്കെ എടുക്കാനായിട്ട് പോയേക്കണെയാണ്. അതിനുശേഷം ഇപ്പോഴാണ് പോയേക്കണേ. അപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റേഷൻ റോഡ്, അതിരപ്പള്ളി ഏഴാറ്റുമുഖം കഴിഞ്ഞ് പ്ലാന്റേഷൻ റോട്ടിൽ കിടന്നു. ഈ വഴി പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഏഴാറ്റുമുഖം ഗണപതി ആന, നല്ല വൈറലായിട്ടുള്ളൊരു ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന ഒക്കെ കാണാൻ പറ്റും. അത് പ്രതീക്ഷയാണ് ഞങ്ങൾ പോയത്, പക്ഷേ കാണാൻ പറ്റിയില്ല. രാവിലെ വളരെ മനോഹരമായിട്ട് ചാലക്കുടി പുഴ ഒഴുകുന്നത്. ഇത് നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന പുഴയാട്ടോ. മലക്കപ്പാറയിൽ നിന്നാണ് എൻ്റെ അല്പം. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിൽവർ സ്റ്റോമിൻ്റെ അങ്ങോട്ട് കണക്റ്റഡ് ആവുന്ന വഴിയിലോട്ടാണ് പോകുന്നത്. ഏഴാറ്റുമുഖം അവിടെ നിന്ന് വന്നിട്ട് പ്ലാന്റേഷൻ വഴി വന്ന് അവിടെ കണക്റ്റഡ് ആയിട്ട് അതിരപ്പള്ളി റോഡിലോട്ട് ചേർന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം, വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ്. കണ്ടോ, ഞങ്ങളങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരെ നിന്നുള്ള വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയായപ്പോൾ അവിടെ ചെന്നു കേട്ടോ. 2 മണിക്കൂർ യാത്രയുള്ളൂ. രാവിലെ തന്നെ നല്ല തിരക്കായിട്ടുണ്ട്. അവധിയായതുകൊണ്ട് ഒരുപാട് സന്ദർശകരെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ സ്വിഫ്റ്റ് ഡിസയറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ്. കണ്ടോ ഈ സമയമായപ്പോൾ ഞങ്ങൾ ഏകദേശം 8:30 ആയുള്ളൂ. 8:30 ആയപ്പോഴത്തേക്ക് ഈ തിരക്കായി. കാരണം അത്ര മനോഹരമായിട്ടുള്ള വാട്ടർഫാൾ, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ അത്യാവശ്യം നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാൽ റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഭംഗിയെന്ന് നോക്കിയ ഗൈസ്. രാവിലത്തെ ഒരു സീനറി വളരെ മനോഹരമാട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കിക്കേ, വിജനമായ കാട്ടുവഴികൾ. ഈ വഴിയിൽ ഏത് നിമിഷവും ആനയെ കാണാൻ പറ്റും എന്നുള്ളൊരു ചെറിയ ഭയമുണ്ട് മനസ്സിൽ. ഈ കാണുന്നതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. നല്ല മഴയത്ത് ഇവിടെ രക്ഷയില്ല, നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കുത്തി ഒലിക്കുന്ന ചാർപ്പ വെള്ളച്ചാട്ടം നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇച്ചിരി ഡേഞ്ചറാണ്. ഇപ്പോൾ പാലമൊക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഴച്ചാലിലോട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താലാണ് ചെക്ക് പോസ്റ്റിൽ കടത്തി വിടുകയുള്ളൂ. രാവിലെ 6 to 6 കണക്ക്. അങ്ങനെ ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി ഗൈസ്. ഇവിടെ നമുക്ക് അടിപൊളി ഫുഡ് കിട്ടും കേട്ടോ. നല്ല ഒരു ഫുഡ് കിട്ടുന്ന ഒരു 2 റെസ്റ്റോറൻറ്റ് അവിടെ കാണാൻ പറ്റും. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കണ്ടോ, കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് നമ്മൾ എടുത്തു ഗൈസ്. ഇതെവിടെ നട്ടതേ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ വീണ്ടും യാത്ര ആരംഭിച്ചുമാണ്. വളരെ വിജനമായിട്ട് ഭയങ്കര പേടിയാവുന്ന തരത്തിലുള്ള കാഴ്ചകൾ. ആന ക്രോസിംഗ് എന്നൊക്കെ സൈൻ ബോർഡൊക്കെ കാണാം. ഈ പാലം വളരെ വൈറലായിട്ടുള്ള ഒരു പാലമാണ് ഗൈസ്. ഭയങ്കര രസമായിട്ട് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വണ്ടികളൊന്നും ഇല്ല കേട്ടോ. വണ്ടികളൊന്നും നമുക്ക് കാണാനേ പറ്റില്ല കുറേ ദൂരമായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ ബാക്കിലിരിപ്പുണ്ട്. ആഷി വണ്ടി ഓടിക്കുന്നു. സുധീർ ബാക്കിലിരിപ്പുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളങ്ങനെ പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തമിഴ്നാട് വണ്ടിയായിട്ടേ പോണേ. കണ്ടോ, പോത്തുകൾ രാവിലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മേയാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. ഇത് ഒറ്റയ്ക്ക് വരെ നടന്നു തന്നെ ഉണ്ടോ. ഇത് ജസ്റ്റ്
വീണ്ടും കാട്ടിലൂടെയുള്ള യാത്രകൾ. കണ്ടോ മയിലിനെ കണ്ടോ? മയിൽ, കാട്ടുമയിൽ. ഒരു ബൈക്കാരൻ അങ്ങനെ നടന്നു പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. റൈഡേഴ്സാട്ടോ ഒരുപാട് ഈ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. റൈഡേഴ്സ് ഒരുപാട് പേര് രാവിലെ തന്നെ മലക്കപ്പാറ വാഴ്ച. അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിൻറ്റിലൂടെ നിർത്തി കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം സംഭവിച്ചു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എക്കോ സ്പോട്ട് കാറ് അവിടെ നിർത്തി. അവർ ഫുഡ് കഴിച്ച് ഏകദേശം തീരാറായി. കുറച്ച് പിള്ളേരാണ്. അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി, ഫുഡ് കഴിച്ച് പോയി. ഞങ്ങൾ കഴിഞ്ഞില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തു. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആനേനെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയാണല്ലോ വന്നത്. നടു റോട്ടിൽ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിക്കിടക്കണു. അതുപോലെ ആനപ്പിണ്ടം കിടക്കണു. ആശി താഴെ റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ താഴെ ആ കാറ് കിടക്കുകയാണ്, കൊക്കയിൽ എക്കോ സ്പോട്ട്. അതിൽ ആളുകൾക്ക് എന്ത് പറ്റിയെന്ന് പിന്നീട് ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. വണ്ടി താഴോട്ട് എന്തായാലും പോയിട്ടുണ്ട്. വണ്ടി താഴെ കിടക്കണേ ഞങ്ങൾ കണ്ടു. അതേ കാണുന്നൊരു ഷോളയാർ ആണ് കാണുന്നത്. ഷോളയാർ ഡാമിൽ നിന്ന് വരുന്ന ലേക്ക്. എനിക്ക് തോന്നുന്നു ഇതാവണം ആ വാട്ടർഫാളിലോട്ട് കണക്റ്റ് ആവണേന്ന്. എനിക്ക് കറക്റ്റ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല കേട്ടോ ഗൈസ്, സത്യം പറഞ്ഞു വേണ്ടി. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഗൈസ്. നമ്മൾ ഈ അങ്ങ് ദൂരെ നമുക്ക് ചെറിയൊരു അണക്കെട്ട് കാണാൻ പറ്റും കേട്ടോ. അത് ആളിയാർ ഡാമാണ് കേട്ടോ. നമുക്കിനി പോകുമ്പോൾ ഷോളയാർ ഡാം കാണാൻ പറ്റും. അത് വളരെ വലുതാണ്. അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറയിൽ എത്തി ഗൈസ്. അപ്പോൾ ഒരു ചായ കുടിക്കണം എന്ന ആഗ്രഹമുണ്ട്. മലക്കപ്പാറ കേരളമാണ് കേട്ടോ. ഇവിടെ നാടൻ ഭക്ഷണമൊക്കെ കിട്ടും, റേറ്റ് കുറവായിരിക്കും, നല്ല ഫുഡ് കിട്ടും എന്നാണ് എല്ലാവരും പറഞ്ഞത്. വാഴച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണമെങ്കിലും ചായ കുടിക്കണമെങ്കിലും നമുക്ക് ഇവിടെ ആട്ടാ സാധിക്കുകയുള്ളൂ. അതിന് പിന്നെ ഘോരമായിട്ടുള്ള വരാണ്. നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ ഗൈസ്. മലക്കപ്പാറ കഴിഞ്ഞപ്പോഴത്തേക്കും തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു ചായ പറഞ്ഞു, ബൂസ്റ്റ് ചായ കേട്ടോ പറഞ്ഞ 4 ബൂസ്റ്റ് ചായ പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതാണ്ട് ആ കാണുന്ന ഡിയർ എന്ന് പറഞ്ഞ ടീ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത്. ചുറ്റും തേയിലത്തോട്ടങ്ങളാൽ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇവിടുത്തെ. ഇനി അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടങ്ങളായിരിക്കും വാൾപ്പാറ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9 ചുരം കയറി ബാക്കി 31 എയർപിൻ ബെൻഡുകൾ ഇറങ്ങിയാണ് നമ്മൾ താഴെ പൊള്ളാച്ചി എത്തുള്ളൂ. ദേ കാണുന്നതാണ് ഷോളയാർ ഡാം. ഭയങ്കര വലുപ്പമുള്ളൊരു ഡാമാട്ടോ അത്, ഷോളയാർ ഡാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. കണ്ടേ ദൂരെ എന്നുള്ള വ്യൂ ഉണ്ടോ? ചെറുതായിട്ട് വിസിബിളായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. തമിഴ്നാട്ടിലൂടെയുള്ള യാത്രകളാണ് ഗൈസ് ഈ കാണുന്നത്. നമുക്ക് തമിഴ്നാട്ടിൽ ചെന്ന വേറൊരു വേർഡ്. നമുക്ക് കേരളം അടിപൊളിയാണ്, ഗോഡ്സ് ഓൺ കൺട്രി. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ ഒരു പാലം കാണാൻ പറ്റും. ഇവിടുന്ന് നല്ലൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ വ്യൂ കാണുന്ന പോലെ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഭയങ്കര രസമാട്ടോ ഈ വ്യൂ. നമ്മൾ നേരെ ആ ഡാമിലോട്ട് പോവുകയാണ് ഗൈസ്. അള്ളിയാർ. അങ്ങനെ ഞങ്ങൾ ഷോളയാർ ഡാമിൻ്റെ അവിടെയുള്ള പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി. ഒരുപാട് പേരുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾ. കൂടുതലും മലപ്പുറം അവിടെ നിന്നുള്ള ആളുകളാണ് കൂടുതലും വന്നേക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചകളിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇതാണ് ഡാം. ഇവിടെ താഴെ ഒരു പാർക്കുണ്ട്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ ഗൈസ്. നമുക്ക് അടിത്തട്ട കാണാൻ പറ്റും. വെള്ളം അടിപൊളിയായിട്ട് കിടക്കണം. നല്ല രസമായിട്ടാ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. നല്ലൊരു കാഴ്ച തമിഴ്നാട്ടിലെ ഷോളയാർ ഡാമിൻ്റെ കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വാൾപ്പാറ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് താഴോട്ട് പോയാലാണ് പൊള്ളാച്ചി. നമുക്ക് പോകേണ്ടത് പൊള്ളാച്ചി വഴിക്കാണ്. പൊള്ളാച്ചി കണക്റ്റ് ആവണ്ട. പൊള്ളാച്ചി റൂട്ടിൽ പോയിട്ട് തിരിഞ്ഞ് നമ്മൾ റൈറ്റ് ഉടമപ്പേട്ട് പഴനി
കൊടൈക്കനാൽ റൂട്ടിൽ പോയാൽ നമുക്ക് അങ്ങോട്ട് ഉടമപ്പേട്ട് പോവാം, ചിന്നാറ് വഴി കയറി തിരിച്ചു പോരാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും ചെറിയ ചെറിയ എയർപിൻ ബെൻഡുകളൊക്കെ കണ്ടു തുടങ്ങി. കാട്ടിലൂടെയുള്ള യാത്രകളാണ്. സൂപ്പർ. അപ്പോൾ നമ്മൾ ഇനി യാത്ര തുടങ്ങിയാണ്. എയർപിൻ ബെൻഡുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ആ വ്യൂ പോയിൻ്റ് ഒന്ന് കാണാമെന്ന് കരുതി നടന്നു പോവുകയാണ്. ഇതാണ് ആ വ്യൂ പോയിൻ്റ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ പേര് വീഡിയോസ് എടുത്തപ്പോൾ ശരിക്കും ഞാൻ സൂം ചെയ്തു, അല്ലെങ്കിൽ അങ്ങോട്ട് അടുപ്പിച്ച് ക്ലോസപ്പ് ഷോട്ട് വീഡിയോ എടുത്തില്ല. അതിൻ്റെ ഒരു കുറവ് നമ്മുടെ വീഡിയോസിലുണ്ടാവും. എന്നാലും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ സെൽഫി വീഡിയോ എടുത്തു, അതിനാലും ആശയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വീണ്ടും യാത്രകൾ തുടങ്ങി. എയർപിൻ ബെൻഡുകൾ നമ്മൾ ഇറങ്ങി തുടങ്ങി. കയറി കഴിഞ്ഞു, ഇനി ഇറങ്ങി തുടങ്ങും. 30 സംതിങ് ഉണ്ട്. നേരത്തെ ലോറിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ വളരെ ആകാംക്ഷയോടെ ക്ലിയറായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, വണ്ടി ഓടിച്ചിട്ടുണ്ട് ലോറി വഴിക്ക്. അപ്പോൾ നമ്മൾ ഈ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയത്, ടീ പ്ലാന്റേഷൻ. ഭയങ്കര അടിപൊളി ഒരു വ്യൂ ആണോ, എന്താ മനോഹരം എന്ന് നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ആ വ്യൂ പോയിന്റ് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ എയർപിന്നൊക്കെ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എത്ര മനോഹരമാണീ ഭൂമി. എയർപിന്നൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ ഒന്ന് നിർത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു ഗൈസ്. കണ്ടോ എത്ര മനോഹരം. ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ, എയർപിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ താഴെ നമുക്ക് ഷോളയാർ ഡാമിൻ്റെ വ്യൂ കാണാം. ഇവിടെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ട് ഏകദേശം 2 മണി സമയത്താണ് ഞങ്ങൾ തമിഴ്നാട്ടിലെ മറ്റേ ഉടുമ്പൻപേട്ട് റൂട്ടിൽ മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഏതായാലും മലബാർ എന്ന പേരുകൊണ്ട് ഒരു കേരള ടച്ച് ഉണ്ടാവും എന്നറിയാം. നമ്മുടെ മുസ്ലിംസിൻ്റെ കടയാണ്. അപ്പോൾ ഞങ്ങൾ അടിപൊളി തമിഴ്നാട് ചിക്കൻ ബിരിയാണി കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിച്ച് ഇവിടെ 2-3 ഡാമുകൾക്ക്, ഒരു ഷോളയാർ, ആളിയാർ, പിന്നെ വേറെ ഡാമുകൾ നമ്മൾ താഴെ ഒരു വ്യൂ പോയിന്റ് കണ്ടു. അതിലെന്തോ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ താഴെ കണ്ടതാണോ ഷോളയാർ എന്ന് സംശയമുണ്ട്. അവിടെയും ചെറിയ മിസ്റ്റേക്കുകൾ എനിക്ക് സംഭവിച്ചു പോയോ എന്നൊരു സംശയമുണ്ട്. നേരത്തെ പേരുകളൊക്കെ അങ്ങോട്ട് ഇൻ്റർകണക്റ്റഡ് ആയിപ്പോയി, സോറി. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയാണ് എൻ്റെ യാത്ര. ദൂരെ ഒരു മല കണ്ടു, എന്തു ഭംഗിയാണ്. താഴെ അടിവാരത്ത് കൃഷിയിടങ്ങൾ കാണാൻ പറ്റും. ചുറ്റും മാംഗ്യോ ട്രേസ്. ബാക്കിൽ നിന്നൊരു ഷോട്ട് അങ്ങെടുത്തു. വാവ്, ഈ ഷോട്ട് സുഖമില്ല, തിരിഞ്ഞു പോയി ഗൈസ്. എന്തായാലും യെസ്, ഗൈസ്. അങ്ങനെ അത് ഇപ്പം നമ്മൾ വന്ന അമരാവതി ഡാമാട്ടോ. ജസ്റ്റ് ഞാൻ വൈഡ് പോയതാണ്. അപ്പോൾ നമ്മൾ എത്തിയത് അമരാവതിയിലുള്ള മുതലക്കുളത്താട്ടോ. മുതലകളുടെ കുളം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ 50 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അഡൽസിന് 50 രൂപയാണ്. മുതലക്കുളം കാണാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഗൈസ്. അങ്ങനെ തമിഴിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടോ ഗൈസ്, മുതലക്കുട്ടികൾ കിടക്കുന്നത് കണ്ടോ. മുതലകൾ വെള്ളത്തിലും കരയിലുമായിട്ട് മുതലകളെ നമുക്ക് കാണാൻ പറ്റും. എന്നാ കിടക്കണേന്ന് നോക്കി എങ്ങാനും എഴുന്നേറ്റ് ഒന്നാണ്ടല്ലോ. കണ്ടോ, ഇവിടെ ഇപ്പുറ സൈഡ് വന്നപ്പോൾ ഒരുപാടെണ്ണം ചെറിയ കൂടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഓ, കരയിൽ കയറി കിടക്കോട്ടെ വെള്ളത്തിൽ നിന്ന്. ഇത് നമ്മൾ ചിന്നാർ റൂട്ടിൽ പോകുമ്പോഴാട്ടോ ഈ അമരാവതി ഡാമും ഈ അമരാവതിയിലുള്ള മുതലക്കുളവും നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെറുപ്പത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് ഫാമിലിയുടെ കൂടെ. അന്നൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കണ്ട കാഴ്ചകൾ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ ഈ കാണുന്ന കൂടുകളിലൊക്കെ മുതലകളാട്ടോ. നിറച്ച് സാധനങ്ങൾ, നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. ഇതിനൊക്കെ ഫുഡ് കൊടുക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ അകത്തേക്ക് കയറിയിട്ട് കൊടുക്കണതിൻ്റെ ഒരൊറ്റ വരൽ വന്നാൽ പേടിച്ച് നല്ല വലിപ്പമുള്ളൊരു മുതലാട്ടി കിടക്കണേ.
വാവ് വാവ്. പിന്നെ ഇവിടെ ഇത് അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെ അകത്താട്ടോ ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ കുട്ടികളായിട്ട് വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. ഊഞ്ഞാല കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു പുൽമേട് പോലത്തെ ഒരു സംഭവം ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഗൈസ്. മലയാളീസ് ഉണ്ട്, പിന്നെ തമിഴ് അവിടുത്തെ ആളുകളും ഉണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഒരു ടൈഗറിൻ്റെ സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു. കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത്. തമിഴ്നാട് ടൂറിസം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മുടെ കേരളത്തിൽ ഒന്നും ചെയ്യാതെ തന്നെ നല്ല ഗസ്റ്റുകൾ വരുന്നു, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൊട്ടാണിക് ഗാർഡനിലൊക്കെ എന്നാ സെറ്റപ്പായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗൈസ്, ഇതാണ് അമരാവതി ഡാം. എന്ത് വലിപ്പമാണെന്ന് നോക്കി. ദൂരെ ആകാശത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. ഏകദേശം സമയം 6 മണിയായിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അമരാവതി ഡാമും മുതലക്കുളവും കണ്ടതിന് ശേഷം ചിന്നാർ റൂട്ടിലോട്ട് പ്രവേശിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നേരെ തിരിച്ചാണ് ഞങ്ങൾ പോയിരുന്നെങ്കിൽ പെട്ടുപോയേനെ. കാരണം കോതമംഗലത്തു നിന്ന് നമ്മൾ മൂന്നാർ ചിന്നാർ വഴി അങ്ങോട്ട് തിരിച്ച് അതിരപ്പള്ളി വാഴച്ചാൽ വഴി ഇറങ്ങിയായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ, സന്ധ്യയായേനെ. പിന്നെ കടത്തി പറഞ്ഞ 6 മണി വരെയാണ് അവിടെ ട്രാവലിംഗ് ടൈമുള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് 6 മണിക്കാണ് നമുക്കതിവിടെ യാത്ര അനുമതിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കുന്നത് അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെ അതൂടെയാണ് ഗൈസ്. നല്ല തിരക്കുണ്ട്. ഇവിടെയുള്ള 3 നാഷണൽ പാർക്ക് അണ്ണാമലൈ, പിന്നെ ഉടുമലൈ, പിന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ. കേരള തമിഴ്നാട് ബോർഡറിലെത്തി. ഇനി നമുക്ക് ഉടുമലൈ നാഷണൽ പാർക്ക് ടൈഗർ റിസർവിൻ്റെ അതോടെയാണ് യാത്ര. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഉണ്ടായി. നമുക്ക് ഒരു പീക്കോക്കിനെ കാണാൻ പറ്റി. നല്ല രസമുണ്ട് കേട്ടോ. അത് 10 ഒന്നും വിടർത്തിയിട്ടില്ല. യാത്രകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ചിന്നാർ ലക്ഷ്യമാക്കിയാണ്. ചിന്നാർ നമ്മുടെ കേരളമാണ്, അതിർത്തി ഗ്രാമമാണ് അമരാവതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സത്യം പറഞ്ഞ് ഞങ്ങൾ ഈ യാത്രയിൽ ആനിമൽസിനെ കണ്ടു എന്ന് ചോദിച്ചാൽ അവിടെ ആനയെ ഞങ്ങൾ കബാലിനെ കണ്ടു. അത് ഞാൻ പറയാൻ മറന്നുപോയി. കണ്ടു, ഒരു മയിലിനോട് ഞങ്ങൾ കണ്ടു. മയിലിനെ ഒരുപാട് കണ്ടു കേട്ടോ. അവിടെ കബാലീനെ ഞങ്ങൾ കണ്ടു കാടിനകത്ത്. അതായത് ആ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ തൊട്ട് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ കാട്ടിൽ നിൽക്കുമായിരുന്നു കബാലി. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി അത് ആ വണ്ടിയെ അറ്റാക്ക് ചെയ്തത് തീർച്ചയായിട്ടും ആ ആന തന്നെയാണ്. ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ. കുറേ ബൈക്കുകാർ പിള്ളേർ വന്നിട്ട് ഈ സംഭവം കണ്ടിട്ട് ഞങ്ങളത് പറഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയി. അവർ തിരിച്ചു പോയാലെന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഏകദേശം 6:30 ചിന്നാർ എത്തിയിട്ടോ ഗൈസ്. നേരം ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചിന്നാർ കഴിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ട് മറയൂർ കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല തണുപ്പായിട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങൾ ഇരട്ടുന്നതിന് മുമ്പ് മൂന്നാർ എത്താൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷ, പക്ഷേ ഒരുപാട് ബ്ലോക്ക് കിട്ടി ഗൈസ്. അപ്പോൾ ഏകദേശം നേരെ ഇരട്ടി വീണ്ടും ഒരു ചായ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുടിക്കുകയാണ് ഗൈസ്. ചായകൾ യാത്രയിൽ പതിവാക്കിയിരിക്കുന്നു. നല്ലൊരു പ്രത്യേക വൈബായിരിക്കും. കണ്ടോ, നല്ല ഇരട്ടായിട്ടോ. അങ്ങനെ ഞങ്ങൾ 8 മണി അതേ മൂന്നാർ ടൗണിൽ എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ ഈ യാത്ര ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക.